ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയുടെ മരണത്തിന് കാരണമായ മാലിന്യ കൂമ്പാരം സൃഷ്ടിച്ചതിൽ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടക്കാത്തത് തന്നെയാണ് പ്രധാന പ്രശ്നം. കോർപ്പറേഷൻ പരിധിയിൽ അത് ചെയ്യേണ്ടത് കോർപ്പറേഷനാണ്. റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേ ചെയ്യണം. പരസ്പരം പഴിചാരുന്നതാണ് ഈ അപകടത്തിന് ശേഷവും കാണുന്നത്. മാലിന്യ നീക്കത്തിൽ റെയിൽവേക്ക് ഭീകരമായ വീഴ്ചയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. മീഡിയ വൺ വാർത്താ പരമ്പര കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർ കാണുന്നുണ്ട്. മാലിന്യം സ്വന്തമായി നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന റെയിൽവേയുടെ വാദം പൊളിയുകയാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ യാർഡിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടും കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ട് ചെന്ന് മാലിന്യം മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും റെയിൽവേ അത് നടപ്പാക്കിയിട്ടില്ല. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ കൈകഴുകിയ റെയിൽവേയുടെ അനാസ്ഥ തന്നെയാണ് കൊച്ചുവേളിയിലും കാണുന്നത്. റിപ്പോർട്ടിലേക്ക്. ഈ കാണുന്നത് കോർപ്പറേഷന്റെ ഭൂമിയല്ല, ഇന്ത്യൻ റെയിൽവേയുടേതാണ്. കാണുന്നത് കൃത്യമായ മാലിന്യ സംസ്കരണമല്ല. മാസങ്ങളായി ഒരു മാനദണ്ഡവും പാലിക്കാതെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യമാണ്. മാലിന്യം സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകി. കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ടെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ടു. എന്നിട്ടും നിസ്സംഗതയാണ് റെയിൽവേക്ക്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ യാർഡിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത് ലോഡ് കണക്കിന് മാലിന്യം. മഴക്കാലത്തിന് മുമ്പേ മാലിന്യ നിർമ്മാർജ്ജനം നടത്തണമെന്ന് പറഞ്ഞതാണ്. അതും റെയിൽവേ കേട്ടില്ല. മന്ത്രിയുടെ വാക്കിനും റെയിൽവേക്ക് പുല്ലുവില. മാലിന്യം എടുക്കാൻ കരാറുകാരുണ്ട്, കൃത്യമായ സംവിധാനമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന റെയിൽവേയുടെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഈ കാണുന്ന മാലിന്യങ്ങൾ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ റെയിൽവേക്ക് പങ്കില്ലെന്ന് പറയുന്നവർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല. Kochiveli also same arrangements are there. Somehow, someday the agency is not there, or some agency, sometimes a vehicle is not available. So there is some accumulation. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ വൺ. ഇത് തിരുവനന്തപുരം കൊച്ചുവേളിയിലെ ദൃശ്യങ്ങളാണ്. ഇനി കൊച്ചിയിലേക്ക് നമുക്ക് പോകാം. ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ അപകടത്തിന് പിന്നാലെ റെയിൽവേക്ക് കൂടി ഉത്തരവാദിത്തമുള്ള കാനകൾ ആര് ശുചീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കം മുറുകുന്നുണ്ട്. കൊച്ചിയിൽ ഇത്തരത്തിൽ റെയിൽവേക്ക് കൂടി ഉത്തരവാദിത്തമുള്ള 22 കാനകളാണ് ഇപ്പോഴുള്ളത്. ഷംന അശോക് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. റെയിൽവേയും ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് തർക്കത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എറണാകുളത്ത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്തും സമാനമായ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ്. ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഒരു റെയിൽവേ കൾവേർട്സ് ആണ്. ഇവിടെ നമുക്ക് കാണാം പല സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഒപ്പം തന്നെ അഴുക്കുവെള്ളവുമാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഒരു വശത്തു കൂടി നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും KSRTCയിൽ നിന്നുള്ള വെള്ളം എത്തുമ്പോൾ മറുവശത്ത് മുല്ലശ്ശേരി കനാലിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ഉണ്ടായ പോലെ വലിയ പ്രശ്നമുണ്ടെന്ന് ഇവിടെ പറയാൻ സാധിക്കുകയില്ല. കാരണം ഈ വേസ്റ്റ് ഈ റെയിൽവേയുടെ കൾവേർട്ടിനകത്തേക്ക് പോകാതിരിക്കാനായി അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന ഈ വേസ്റ്റ് 10 ദിവസം കൊണ്ടുണ്ടായതാണ് എന്നുള്ളതാണ് കോർപ്പറേഷന് തന്നെ ജീവനക്കാർ പറയുന്നത്. കരാറുകാരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ ഇത്തരം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെ മാലിന്യങ്ങൾ നീക്കാറുള്ളത്. നമ്മുടെ ഈ കൽവെട്ടുകൾ ഉയർത്തി ഇതിൻ്റെ അകത്തുകൂടി നമുക്ക് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ നഗരത്തിലെ വെള്ളക്കെട്ടിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ കഴിയൂ. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് കോർപ്പറേഷനും ഒപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇവിടുത്തെ അഴുക്ക് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതുമാത്രമാണ് പരിഹാരം എന്നുള്ളതാണ് പറയുന്നത്. കൊച്ചിയിൽ നിന്നും വിവി തടത്തിനൊപ്പം ഷംന അശോക്, മീഡിയ വൺ. ഷംനയുടെ റിപ്പോർട്ട് കണ്ടു. ഈ വിഷയത്തിൽ ഇന്ന് കോടതിയുടെ ഒരു ശ്രദ്ധേയമായ കമന്റ് ഉണ്ടായിരുന്നു. ഈ ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ അപകടം കണ്ണു തുറപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ചത്. കൊച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും കനാലുകളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകരുത് എന്നും തോടുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് ആളുകളെ കൊല്ലുന്നതിന് തുല്യമാണെന്നും ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പേരണ്ടൂർ കനാലിലെ ഉൾപ്പെടെ മാലിന്യ നീക്കം പ്രത്യേക കമ്മിറ്റി നിരീക്ഷിക്കണമെന്നും കോടതി പറയുകയുണ്ടായി. കോടതി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കോടതിയുടെ നിരീക്ഷണങ്ങൾ, കമന്റുകൾ ഷംന വിശദീകരിക്കും. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈക്കോടതി തുടർച്ചയായി ഇടപെടുന്നത് കൊണ്ടാണ് ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് കൊച്ചിയിലെ കനാലുകൾ മാറിയിട്ടുള്ളത്. അപ്പോഴും
ഭീഷണിയായി നിലനിൽക്കുന്നത് പേരണ്ടൂർ കനാലിലെയും ഒപ്പം തന്നെ മുല്ലശ്ശേരി കനാലിലെയും മാലിന്യ നീക്കമാണ്. മുല്ലശ്ശേരി കനാലിൽ നിന്നുൾപ്പെടെ മാലിന്യങ്ങൾ പേരണ്ടൂർ കനാലിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി ഉയർത്തി കാണിക്കുന്നത്. ഏതായാലും ഈ കനാലുകളുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്ന സമയത്ത് ആദ്യം തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് ആമഴഞ്ചാൻ തോട്ടിലുണ്ടായ ദുരന്തം ഇനിയും ആവർത്തിക്കരുത് എന്നുള്ളതാണ്. അത് കണ്ണു തുറപ്പിക്കുന്ന ഒരു വാർത്തയായി തന്നെ അത് കാണണം. അതുകൊണ്ട് അത് മുന്നിൽ നിർത്തി വേണം ഇനിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ എന്നുള്ളതാണ് കോടതി പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുല്ലശ്ശേരി കനാലിന്റെയും ഒപ്പം തന്നെ പേരണ്ടൂർ കനാലിന്റെയും എല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ദിവസേനയുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതാണ് വലിയ രീതിയിൽ പ്രശ്നമായി വരുന്നത്. അത് പല സ്ഥലത്തു നിന്ന് പേരണ്ടൂർ കനാലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും എല്ലാം ഉള്ള വേസ്റ്റുകൾ പേരണ്ടൂർ കനാലിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സുഗമമായ ഒഴുക്കിനെയാണ് ഈ വേസ്റ്റുകൾ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യണം എന്നുള്ള കാര്യം കോടതി എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് വ്യത്യസ്തമായി എന്താണ് കൊച്ചിയിൽ ഉള്ളത് എന്നുള്ള കാര്യം കൂടി കോടതി ഇന്ന് പരിശോധിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മാനുവൽ സ്കവഞ്ചേഴ്സിന്, അതായത് മനുഷ്യരെ ഉപയോഗിച്ച് കനാലുകൾ ശുചീകരിക്കുന്ന പ്രവൃത്തിയിലേക്ക് കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ കടക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊച്ചിയിലെ പല കനാലുകളും ഇപ്പോൾ ശുചീകരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം എല്ലാവരും മാതൃകയാക്കണം എന്നുള്ളതാണ് കോടതി പ്രധാനമായും പറയുന്നത്. ചുരുക്കം ചില കാനകൾ, ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്ന കാനകളിൽ മാത്രമാണ് മനുഷ്യർ ഇറങ്ങി പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കോടതി കൂടി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പുരോഗതിയിലേക്ക് കൊച്ചി എത്തിയിട്ടുള്ളത്. ജോലികളിൽ പുരോഗതി ഉണ്ടെങ്കിലും ഇനിയും മുന്നേറാനുണ്ട് എന്നുള്ള കാര്യം കൂടി കോടതി എടുത്തു പറയുന്നുണ്ട്. ഏതായാലും കനാലുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടർച്ചയായി തന്നെ കോടതി ഇടപെടുകയാണ്. അതിൽ മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾ, അതായത് പൊതുബോധം ഇതിനെതിരെ ഉണരണം എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഒരു വ്യക്തി എത്രത്തോളം മാലിന്യം വലിച്ചെറിയുന്നുവോ അത്രത്തോളം അത് ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വ്യക്തികൾക്കിടയിൽ ബോധവൽക്കരണം സാധ്യമാക്കണം. ഒപ്പം തന്നെ കർശനമായ പിഴ ഈടാക്കിക്കൊണ്ട് ഈ വിഷയത്തെ, അതായത് മാലിന്യം സംസ്കരിക്കുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഒരു പിഴ ഈടാക്കുക, അത് അവർ വലിച്ചെറിയുന്നതിനനുസരിച്ച് അതിൻ്റെ തോതനുസരിച്ചുള്ള പിഴ ഈടാക്കണം. അതിന് കർശനമായ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും നൽകണം എന്നുള്ള കാര്യമാണ് കോടതി സൂചിപ്പിച്ചിട്ടുണ്ടായത്. ഒപ്പം ആമിഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ നേരത്തെ തന്നെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും അതിൽ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷയം പരിഗണിക്കുന്ന അതേ സമയത്ത് തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെ ഒന്നുകൂടി ഹീറോകളാണ് എന്നുള്ള കാര്യം കോടതി എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജോയിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ സമയത്ത് പോലും ആ ഒരു വിലപ്പെട്ട ജീവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താൻ പോലും മലിനമായ ജലത്തിൽ മുങ്ങി താഴ്ന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയാണ് കണ്ടത്. അതുകൊണ്ട് അവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. ഇതുപോലൊരു സാഹചര്യം ഇനി ഏത് സ്ഥലത്താണ് ഉണ്ടാവുകയെങ്കിൽ പോലും ഇതുപോലുള്ള നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ഇറങ്ങി ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അത് ഒഴിവാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. കനാലുകൾ ശുചീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് കനാലുകളുടെ ഒഴുക്കുകൾ സുഗമമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന്, അതായത് കോർപ്പറേഷൻ റെയിൽവേയോട് സഹകരിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ല ഏതെങ്കിലും തരത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഇതുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഇന്ന് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. മാലിന്യങ്ങൾ വലിച്ചെറിയാൻ നിൽക്കരുത് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കർശനമായി ശിക്ഷിക്കാൻ സംവിധാനം ഉണ്ടാകണം. ഈ ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ നിന്ന് കണ്ടതാണ് വൻകിട ആശുപത്രികളിലെ ഒപ്പം തന്നെ ഹോട്ടലുകളിലെയൊക്കെയാണ് വേസ്റ്റാണ് ഏറ്റവും അധികം കണ്ടത്. അതുകൊണ്ട് തന്നെ മുഖം നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.